നീ എന്നെ പുറത്തുനിന്ന് വിളിക്കേ വേണ്ട. അമ്മച്ചി പോയില്ല. അത് പിന്നെ ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല. ഇവിടെ നിന്ന് മതിയായി എനിക്ക്. എൻ്റെ മരുമോളെ വീട്ടിൽ ഞാൻ പോയിക്കോളാം. അവരെന്നെ പൊന്നു പോലെ നോക്കും. ആദ്യം എൻ്റെ മോൻ എന്നെ എത്ര പൊന്നു പോലെ എന്നെ നോക്കിയെന്ന് അറിയില്ല. ഇപ്പം നീ വന്നിട്ട് എന്തൊക്കെയോ നുണ പറഞ്ഞു കൊടുത്തോണ്ടല്ലേ ഇപ്പം എൻ്റെ മോൻ തിരിഞ്ഞ് നോക്കുന്നുമില്ല. അതെല്ലാം അമ്മച്ചി ഞാൻ പറയട്ടെ, ഞാൻ ഒരിക്കലും ഇവിടെ നിൽക്കത്തില്ല. നീ എന്നെ ഫോണ് വിളിച്ചോ എന്ത് വേണം ചെയ്തോ, പക്ഷെ ഞാൻ ഒരിക്കലും നിങ്ങൾ എന്ത് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ഞാൻ എൻ്റെ മരുമുള്ള വീട്ടിൽ പോവാം. ഞാൻ പോവാ. അമ്മച്ചി പോയാ ഇനി അവളെ വിളിച്ച് പറയട്ടെ. ഫോൺ എവിടെയാണോ എന്തോ. ഫോൺ കിട്ടി. എന്നെ വിളിച്ച് പറയാം. ഹലോ എടി. ഹലോ എന്താടി? എടി അമ്മച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അല്ല അമ്മച്ചി എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത്? ഇത് നീ അറിയണ്ടേ അടി. എന്നുവെച്ചാൽ ഇവിടെ മീൻകാരൻ വന്നു. മീൻകാരൻ വന്നപ്പോൾ അമ്മച്ചി ഞാൻ കൂടി പുറത്തിറങ്ങിയിട്ട് മീൻ വാങ്ങാൻ പോയി. അപ്പോൾ എന്തേനും അവിടെ അയില ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചി പറഞ്ഞ് അയില വാങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞ് മെന്നാറ്റത് അയില വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അയില വേണ്ട അമ്മച്ചി, മെന്നാന്നല്ല നമ്മൾ അയില വാങ്ങിയത്, അതുകൊണ്ട് അയില വേണ്ട, നമുക്ക് ഏട്ട വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു വേണ്ട, എനിക്ക് അയില തന്നെ വേണം എന്നിട്ട് ഭയങ്കര നിർബന്ധം. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വേഗം തന്നെ അയില വാങ്ങാണ്ട് ഏട്ട വാങ്ങി. അപ്പോൾ ഏട്ട വാങ്ങിയിട്ട് മീൻകാരൻ അങ്ങ് പോയപ്പം തന്നെ അമ്മച്ചി ഭയങ്കര ബഹളം. കുഴപ്പമാക്കുന്നത് എന്തിനാ നീ അയില മേടിച്ചിന്? അല്ല അയിലല്ല, നീ എന്തിനാ ഏട്ട മേടിച്ചിന്? അയില മേടിച്ചാൽ പോരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു മെന്നാന്നല്ല അമ്മച്ചി ഏട്ട അയില മേടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി ഭയങ്കര കുഴപ്പം. എന്നിട്ട് ഞാൻ റൂമിൽ ഒളിഞ്ഞു നോക്കുമ്പോണ്ട് അമ്മച്ചി ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തിട്ട് എന്നോട് വന്ന് പറഞ്ഞ് നീ എന്നെ വിളിക്കേ വേണ്ട, നീ എന്നെ പുറകുന്ന് വിളിക്കേ വേണ്ട, എൻ്റെ മരുമോക്ക് എന്നെ നോക്കാൻ നല്ലോണം അറിയാമെന്ന് പറഞ്ഞിട്ട് കുഴപ്പമാക്കിയിട്ട് അത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നീ എന്നെ വിളിക്കേ വേണ്ട, ഒന്നും ചെയ്യണ്ട പറഞ്ഞിട്ട് അങ്ങ് പോയി. നിൻ്റെ അടുക്ക വരുന്നുണ്ട്. മീനിൻ്റെ പ്രശ്നം മെന്നാന്ന് വാങ്ങിയ ആര് പിന്നെയും വാങ്ങുക? അങ്ങനെ. ശരി ഇടി, ഇത് അമ്മച്ചിയുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. മോളെ. ഇതാരും അമ്മച്ചിയാ. ഇതെന്താ വിളിക്കാണ്ടൊക്കെ ഇങ്ങോട്ടേക്ക് വന്നേ? മോളിത് അറിയേണ്ട കാര്യം തന്നെ അമ്മച്ചി പറയാട്ടോ. മക്കളെ എന്നെ പൊന്നുപോലെ നോക്കൂലേ? പിന്നെ മെസ്സേജ് പറഞ്ഞ മീൻകാരൻ വന്ന് ലക്ഷ്മി ഞാനും കൂടി മീൻകാരൻ വന്നപ്പോൾ അടപ്പുറത്തിറങ്ങി. അതിന് ശേഷം എന്താ സംഭവിച്ചതെന്നറിയില്ല. അതിന് ശേഷം ഞാൻ അവിടെ ഏട്ട ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഏട്ടയല്ല അയില ഉണ്ടായിരുന്നു. അപ്പോൾ അയില ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ് അമ്മക്ക് അയില വാങ്ങുന്നു. അപ്പോൾ അവൾ പറഞ്ഞ് എന്തിനു മെന്നാന്ന് അയില വാങ്ങിയല്ല, പിന്നെ എന്തിനാ അയില വാങ്ങുന്നതെന്ന് അവൾ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞ് ഏട്ട വാങ്ങാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അയില എന്നെ വേണം. അപ്പോൾ എന്ത് ചെയ്തു, അവൾ അയില വാങ്ങാണ്ട് ഏട്ട വാങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം പിടിച്ചു. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാ. ഞാനെല്ലാം അറിഞ്ഞില്ല, എന്തിനാ ഇങ്ങോട്ടേക്ക് പറയത്? അമ്മച്ചി ഞാൻ തിന്നാനെടുത്ത് തരാം കേട്ടോ. അമ്മച്ചി ഇന്ന് കഴിച്ചായിരുന്നോ? ഇല്ല മോളെ, അമ്മച്ചി ഒന്നും കഴിച്ചില്ല. അമ്മച്ചി കുറച്ച് ചോറാ. ഇനി ഞാൻ തിന്നുവാ കൊടുത്താൽ. ഇത് ഇങ്ങോട്ടേക്ക് ഡ്രസ്സ് കൊടുത്ത് കെട്ടി ഒരുങ്ങി വന്നേ. ഇങ്ങോട്ടേക്ക് മെന്നാന്ന് വാങ്ങിയാൽ എനിക്ക് പിന്നെ തിന്നാം. വട്ടാട്ടെ അമ്മച്ചിക്ക്. എന്തായാലും ഉണ്ടാക്കി കൊടുക്കണ്ടേ, ഉണ്ടാക്കി കൊടുക്കാണ്ടില്ല. ഉണ്ടാക്കി കൊടുക്കാം. ഇന്ന് അമ്മച്ചി കഴിച്ചോ? നല്ല ഉപകാരം മോളെ. ഇതെന്ത് കറിയാ? എനിക്ക് ഈ കറി ഇഷ്ടമല്ല, വേറെ കറി ഉണ്ടാവും. തുടങ്ങി. അത് വേണ്ട ഇത് വേണ്ട പറയാൻ. ഇതാ ഇങ്ങോട്ട് വന്നാലല്ല പ്രശ്നം. ഏത് കറിയാ വേണ്ടത്? ചെറുപയർ കറിയുണ്ട്. ചെറുപയർ ഇനി എടുക്ക്. ചെറുപയർ ഇനി എന്തെല്ലാം കഷ്ടപ്പെടണം, എല്ലാം സഹിച്ചേ പറ്റൂ. സഹിക്കലാണ് പറഞ്ഞേന്.